ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ചൂട് കാലത്ത് നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് ആദ്യം കപ്പലണ്ടി ഒരു 5-6 കപ്പലണ്ടി, മുഴുവൻ കപ്പലണ്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇത് പൊടിച്ച് എടുത്തതിനകത്തേക്ക് പഴമാണ് ചേർക്കുന്നത്. ഞാൻ ചെറുപഴമൊന്നുമല്ല എടുത്തിരിക്കുന്നത്, നേന്ത്രക്കായാണ്, ഏത്തപ്പഴം. അപ്പോൾ ഇത് ഒരു ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. 3-4 കഷ്ണം ഏത്തപ്പഴം നുറുക്കിയതും കൂടി എടുത്ത് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. ഇനി ഇത് ക്യാരറ്റാണ്, ഒരു മീഡിയം ടൈപ്പ് ക്യാരറ്റ് ചീകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്കിത് മിക്സഡ് ജാറിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പിഴിഞ്ഞ് ഇതിൻ്റെ അരിപ്പയിലേക്കാക്കി പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വയ്ക്കണം. നമുക്ക് അരിച്ചെടുക്കാം. നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ അതിൻ്റെ ജ്യൂസെല്ലാം കിട്ടും. അപ്പോൾ ഈ ജ്യൂസും കൂടി ചേർത്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മധുരത്തിന് മിൽക്ക് മെയ്ഡ് വേണമെന്നില്ല, പഞ്ചസാര ചേർത്താലും മതി. മിൽക്ക് മെയ്ഡും ചേർത്ത് അതിലേക്ക് പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കണം. പാല് ബൂസ്റ്റും ചേർത്ത് പാലും കൂടി ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബ്ലെൻഡ് എടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിന് വേറെ ഫ്ലേവറുകളൊന്നും, ഏലക്കയോ അങ്ങനെയൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നല്ലൊരു ഡ്രിങ്കാണിത്. നമുക്കിനൊരു ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കാം. നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.